അതുപോലെ കാണുമ്പോഴൊക്കെ സോഷ്യൽ മീഡിയയിൽ അവർക്കൊപ്പം റീൽ ചെയ്യുന്നതും ഒക്കെ കാണാറുണ്ട്. ശരിക്കും മക്കളുടെ സോഷ്യൽ മീഡിയ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടോ? കാരണം അവരുടെ യൂട്യൂബ് ചാനലുകളിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നതും ഒക്കെ കാണാറുണ്ട്. എൻജോയ് ചെയ്യുന്നുണ്ടോ അവരുടെ സോഷ്യൽ മീഡിയ ലൈഫ് കൂടെ ഇരുന്നിട്ട്? എൻജോയ് ചെയ്യണമല്ലോ. കാരണം വെച്ചാൽ നമ്മുടെ ഒരു യാത്ര ആരംഭിച്ചപ്പോൾ ഇടയ്ക്ക് കൂടെ കയറിയവരാ ഇവരൊക്കെ. ഉം. ഇപ്പം ഞാനിങ്ങനെ കരുതും, ഇതൊക്കെ ഭ്രാന്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയാം. കാരണം ഞാൻ എപ്പോഴും പറയും, ഒരു സ്ത്രീ പുരുഷൻ ചേരുമ്പോൾ ഒരു കുഞ്ഞുണ്ടാവുമെങ്കിലും, പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, മാതാപിതാക്കളാണോ കുട്ടികളുടെ ഉത്തരവാദി, അതോ ഈ മക്കളാണോ? കാരണം ഈ മക്കളുടെ നമ്മുടെ ആത്മാക്കൾ വിശ്വസിക്കുമ്പോൾ ഈ ആത്മാക്കൾ മോളിൽ ഇരുന്ന് ആലോചിക്കും, എടാ അവിടെ ഒരു കൃഷ്ണകുമാർ സിന്ധു കിട്ടുന്നുണ്ട്, നമുക്കൊരു കാര്യം, നമുക്ക് നല്ല ജീവിതം കിട്ടണമെങ്കിൽ ഇവരുടെ കൂടെ പോകാം എന്നാലോചിച്ച് ഇവർ നമ്മളെ ചൂസ് ചെയ്തതാണെങ്കിലോ, മാതാപിതാക്കളെ. ഉം ഉം. അപ്പം നമ്മൾ ഇവരോട് ഭയങ്കരമായ ഒരു ശത്രുതയോ വഴക്കിലോ ഇതിലോട്ട് പോയി ഇവർ നമ്മളെ വിട്ടുപോകും. അപ്പോൾ ഞാനങ്ങനെ അമിത സ്നേഹത്തിൻ്റെ ഒരാളല്ല. ഉം. ഞാൻ ഈ അറ്റാച്ച്മെൻറ്റ് ഇൻ ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഡിറ്റാച്ച്മെൻറ്റ് ഇൻ അറ്റാച്ച്മെൻറ്റ്, അതിനകത്ത് കുറച്ച് ഡിറ്റാച്ച് ചെയ്ത് വയ്ക്കും. കാരണം ഉം. അമിതമാവുമ്പോൾ അത് അപകടത്തിലോട്ട് പോകും. എനിക്കവർ ഇഷ്ടമാണ്. കാരണം അവരുടെ കൂടെ പോലും ഇടപഴകുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, എന്നേക്കാൾ സഞ്ചരിച്ച ആത്മാക്കളായിട്ട് തോന്നും ചിലപ്പോൾ ഹൻസിക. കാരണം ചില ആ. കാര്യങ്ങൾ എന്നേക്കാൾ അറിവോട് അവൾ സംസാരിക്കുന്നു. ആ. അതാണ് ഈ ചെറുപ്പക്കാരെ ഞാൻ പറയാൻ കഴിച്ചത്. നമുക്ക് ഉം. തോന്നുന്നു അവർ സൈസ് കൊണ്ട് അവർ ചെറുതാകുമ്പോൾ നമ്മൾ ചെറുതാന്നിരിക്കും. നമ്മളെക്കാൾ മുൻപേ പോകുന്നവരാണ് ചിലപ്പോൾ നിങ്ങളും ഓരോരുത്തരും. ഉം. അപ്പോൾ ഈ അവരുടെ കൂടെ കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ആനന്ദം തരുന്നൊരു കാര്യമാണ്, ഒന്ന്. ഉം. ഉം. രണ്ട്, നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരുടെ ഇതിനകത്ത് പറയുമ്പോൾ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തുന്നു. പിന്നെ പലപ്പോഴും എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് അച്ഛനമ്മമാരായിട്ട് നമ്മൾ വല്ലാത്തൊരു അകൽച്ച വന്ന് പ്രശ്നങ്ങളെ കഴിഞ്ഞ് അവർ നമ്മളെ വിട്ടുപോയി കഴിയുമ്പോൾ പിന്നെ റിഗ്രറ്റ് ചെയ്യും. ശരി, അച്ഛനന്ന് കാലൊന്ന് തടവി കൊടുക്കേണ്ടതായിരുന്നു, ഉം. അച്ഛനൊന്ന് തല തടവി കൊടുക്കേണ്ടത്, അച്ഛനെ അവിടെ ആ രാജ്യങ്ങളെ കൊണ്ട് കാണിക്കേണ്ടതായിരുന്നു, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നല്ലോ, സമയം ഉണ്ടായിരുന്നല്ലോ. പക്ഷേ നമുക്കിന്ന് അവരില്ല, കാണാനുമില്ല. കേൾക്കാം, ഉം. ഇന്ന് ശബ്ദം നോക്കി ഇന്നും ക്ലിയർ, അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ശബ്ദം നോക്കി കേൾക്കാം അവർ പറയുന്നത് എന്താണെന്നൊക്കെ. ഉം. ഇത് വരാതിരിക്കാൻ, റിഗ്രറ്റ് വരാതിരിക്കാൻ ഒരു തലമുറയുടെ അടുത്ത് ഞാൻ സംസാരിക്കുന്നത്, നിങ്ങളിങ്ങനെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് ഇന്ന ഗുണങ്ങളുണ്ട്, വേണമെങ്കിൽ എടുക്കാം, ഉം. വേണ്ടെങ്കിൽ തള്ളാം. വേണ്ടെങ്കിൽ തള്ളാം. അപ്പം അത് ഈ പിള്ളേരുമായിട്ട് ചേർന്ന് ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട്